ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിലാണ്. കോഴിക്കോട് നിന്നും ബാലുശ്ശേരി വഴി കൂരാച്ചണ്ട് വരെ പോകുന്ന നാഫിമോൻ മോട്ടോഴ്സ് ബസ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നവംബർ 2 ഞായറാഴ്ചത്തെ ദിവസത്തെ ട്രിപ്പിലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ. ഉച്ചത്തെ ട്രിപ്പിലായതുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബാലുശ്ശേരി സ്റ്റാൻഡിൽ ഉച്ചയ്ക്ക് 1:30 നാഫി കോഴിക്കോട് നിന്നും കൂരാച്ചണ്ടിലോട്ടുള്ള ട്രിപ്പ് എത്തുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിലോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ ജസ്റ്റ് ആളെ കയറ്റാനുള്ള ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ, റെസ്റ്റിംഗ് ഒന്നുമില്ല. ജസ്റ്റ് ആളെ കയറ്റി പോകാനുള്ളൊരു ടൈമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബസ് എടുക്കാൻ പോവുകയാണ്. കോഴിക്കോട് നിന്നും ബാലുശ്ശേരി വരെ 25 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. കോഴിക്കോട് നിന്നും കൂരാച്ചണ്ട് വരെയാണെങ്കിൽ 41 കിലോമീറ്ററും യാത്ര ചെയ്യാനുണ്ട്. കോഴിക്കോട് നിന്നും കാരപ്പറമ്പ്, കക്കോടി, ചേളന്നൂർ, കാക്കൂർ, നന്മണ്ട വഴി ബാലുശ്ശേരിയിലെത്തി. ബാലുശ്ശേരിയിൽ നിന്നും മഞ്ഞപ്പാലം, തൃക്കുറ്റിശ്ശേരി, കൂട്ടാലിട വഴി കൂരാച്ചണ്ടിലോട്ടാണ്. അങ്ങനെ നമ്മുടെ ബസ് ബാലുശ്ശേരി സ്റ്റാൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബസ്സിലെ ഡ്രൈവർ സെയ്ദിക്കയും കണ്ടക്ടർ ഷമീറക്കയാണ്. ബാലുശ്ശേരി സ്റ്റാൻഡിൽ നിന്നും ഫലത്തോട്ടാണ് പോകേണ്ടത്. കോഴിക്കോട് ജില്ലയിലെ ഒരു മലയോര കുടിയേറ്റ ഗ്രാമമാണ് കൂരാച്ചുണ്ട്. കൂരാച്ചുണ്ടിൽ നിന്നും പെരുവണ്ണാമൊഴി ഡാം, കക്കയം ഡാം, കരിയാത്തമ്പാറ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോട്ടും പോകാൻ പറ്റും. കൂരാച്ചുണ്ടിൽ നിന്നും പെരുവണ്ണാമൊഴിയിലോട്ട് 7 കിലോമീറ്ററും കക്കയത്തോട്ട് 13 കിലോമീറ്ററുമാണുള്ളത്. കോഴിക്കോട് നിന്നും കൂരാച്ചുണ്ടിലോട്ടുള്ള ഏതൊരു ബസ്സാണെങ്കിലും നല്ല രീതിയിൽ യാത്രക്കാർ ഉള്ള ഒരു ബസ് കൂടിയാണ് കൂരാച്ചുണ്ട് റൂട്ടിലോടുന്ന ബസ്സുകളെല്ലാം. ബാലുശ്ശേരിയിൽ നിന്നും ആദ്യം കൂട്ടാലിട ലക്ഷ്യമായിട്ടാണ് പോകുന്നത്. കൂട്ടാലിടയിലോട്ട് ബാലുശ്ശേരിയിൽ നിന്നും വെറും 7.2 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കേണ്ടതുള്ളൂ കേട്ടോ. 1980കളിലാണ് ഈ ഒരു ബസ്സിൻ്റെ പെർമിറ്റ് തുടങ്ങിയത്. 1980കളിൽ കോളിക്കടവുള്ള മച്ചാനിക്കൽ ഫാമിലീസാണ് ഈ ഒരു ബസ്സിൻ്റെ പെർമിറ്റ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ ബസ്സിന് മച്ചാനിക്കൽ ലിമിറ്റഡ് സ്റ്റോപ്പ് എന്ന പേരും നൽകി. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടക്ടർ ഷമീറക്കയാണ്. ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലാണ്. നിലവിൽ പാറക്കൽ ഫൈസൽക്കയാണ് ഈ ഒരു ബസ്സിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ഇവർക്ക് ടൂർസ് ആൻഡ് ട്രാവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബാലുശ്ശേരിയിൽ നിന്നും കൂരാച്ചുണ്ടിലോട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും കൂരാച്ചുണ്ട് വരെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 48 രൂപയാണ്. ഗ്രാമഭംഗി ആസ്വദിക്കേണ്ട ആളുകൾക്കൊക്കെ ഈ ഒരു റൂട്ട് നല്ല അടിപൊളിയായിരിക്കുക. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ യാത്ര ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റൂട്ട് കൂടിയാണ് നമ്മുടെ കൂരാച്ചുണ്ട് ബാലുശ്ശേരി റൂട്ട് എന്ന് പറയുന്നത്. നിലവിൽ 2013 മുതൽ മോൻ മോട്ടോഴ്സിൻ്റെ കയ്യിലാണ് ഈ ഒരു പെർമിറ്റ് ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പെർമിറ്റ് കൊണ്ടുപോകുന്നുമുണ്ട്. നമ്മളിപ്പം കൊട്ടാരമുക്ക് ബസ് സ്റ്റോപ്പിലാണ് എത്തിയിരിക്കുന്നത്. നിലവിൽ മോൻ മോട്ടോഴ്സിന് രാവിലെ 8:35, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 7:10 കോഴിക്കോട് നിന്നും കൂരാച്ചുണ്ടിലോട്ടുള്ള ബസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കൂട്ടാലിടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടാലിടയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് നടുവണ്ണൂരിലോട്ടുള്ള റോഡാണ്. കൂട്ടാലിടയിൽ നിന്നും കൂരാച്ചുണ്ട് വരെ 8 കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യേണ്ടതുള്ളൂ.
ഊട്ടാളുടെ നിന്നും ചേടിക്കുളം, കോളിക്കടവ്, ഏരംപൊയിൽ, കോളനിമുക്ക്, ഊളേരി, ആനപ്പാറക്കൽ വഴിയാണ് കൂരാച്ചുണ്ടിലോട്ടുള്ള യാത്ര. കോഴിക്കോട് നിന്നും കൂരാച്ചുണ്ടിലോട്ടുള്ള ഫസ്റ്റ് ബസ് 7:30-നാണ്. പിന്നീട് എപ്പോഴും കോഴിക്കോട് നിന്നും കൂരാച്ചുണ്ട് ഭാഗത്തോട്ട് ബസ്സുകൾ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മുടെ ബസ് ഇത് ഏരംപൊയിൽ ബസ് സ്റ്റോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏരംപൊയിൽ കഴിഞ്ഞാൽ അടുത്തത് കൂരാച്ചുണ്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ സഹായിച്ച കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഈ ഒരു ബസ്സിൻ്റെ ഓണർക്കും എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അത്യാവശ്യം നല്ല ഗ്രാമപ്രദേശവും ഗ്രാമഭംഗിയൊക്കെ ആസ്വദിക്കേണ്ട ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കൂരാച്ചുണ്ട് ബാലുശ്ശേരി റോഡ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മളിത് കൂരാച്ചുണ്ട് അങ്ങാടിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2:10 നമ്മൾ കൂരാച്ചുണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു ബസ്സിന് 10 മിനിറ്റ് മാത്രമേ ഇവിടെ റെസ്റ്റിംഗ് ഉള്ളൂ. 2:20 തന്നെ ബസ് കോഴിക്കോട്ടേക്കുള്ള യാത്ര ആരംഭിക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്. ബൈ.